ഹൈക്കോടതിയിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച നാടകം അവതരിപ്പിച്ച സംഭവത്തിൽ മുഖ്യ സൂത്രധാർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന ആക്ഷേപം. വിഷയം തെരഞ്ഞെടുത്ത് നൽകിയ ജഡ്ജിമാരടങ്ങുന്ന സമിതിക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് ആരോപണം ഉയരുന്നത്. സംഘാടക സമിതിയെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട അഭിഭാഷക പരിഷത്ത് രംഗത്തെത്തി. ഹൈക്കോടതിയിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളുടെയെല്ലാം വിശദാംശങ്ങൾ മുൻകൂട്ടി പരിശോധിക്കപ്പെടണമെന്നതാണ് രീതി. ഔദ്യോഗിക പരിപാടികളിൽ അവതരിപ്പിക്കപ്പെടുന്ന കലാപരിപാടികളുടെ വിശദാംശങ്ങളും ഇത്തരത്തിൽ മുതിർന്ന ജഡ്ജിമാരുടെ സമിതി പരിശോധിച്ചതിനു ശേഷം അനുമതി നൽകാറുള്ളൂവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്നലെ ഹൈക്കോടതിയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഹ്രസ്വനാടകത്തിന്റെ പേരിൽ ചിലർക്കെതിരെ മാത്രം നടപടി സ്വീകരിച്ച് മുഖം രക്ഷിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ദാരിദ്ര്യവും അരാജകത്വവും ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥയെന്ന നിലയിൽ നാടകത്തിലൂടെ അവതരിപ്പിക്കപ്പെടണമെന്ന അജണ്ട ഒരു വിഭാഗത്തിനുണ്ടായിരുന്നുവെന്ന് അഭിഭാഷക പരിഷത്ത് ആരോപിക്കുന്നു. നാടകത്തിൽ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സംഘാടക സമിതിയുടെ ഭാഗമായിരുന്നവരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുകയും ഗൂഢാലോചനയിൽ പങ്കാളികളായവർക്കെതിരെയും നടപടിയെടുക്കണമെന്നുമാണ് ആവശ്യം. സ്വാഭാവികമായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഉത്തരവാദികളായ ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റിയിൽപ്പെട്ട മുഴുവൻ ആൾക്കാരും ഇതിന് ഉത്തരം പറയേണ്ടവരാണ്. എല്ലാവർക്കും ഇതിന് നടപടി ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ ചില ആൾക്കാരെ മാത്രം ക്രൂശിക്കുന്ന നടപടി ശരിയല്ല. പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രയോഗരീതിയെയും കേന്ദ്ര പദ്ധതികളെയും ആക്ഷേപിച്ചുകൊണ്ടും സ്വാതന്ത്ര്യത്തിന്റെ അമൃതവർഷാഘോഷത്തെ വിമർശിച്ചുകൊണ്ടുമാണ് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ ഹ്രസ്വനാടകം അവതരിപ്പിക്കപ്പെട്ടത്. രേഷ്മ ബാബു, ജനം, കൊച്ചി.